നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മൊത്തത്തിൽ ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. നന്ദു മരിച്ചിട്ട് 1 വർഷത്തോളം ആയില്ലേ. ഇപ്പൊ അവന്റെ പേരിലുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ലെറ്റർ ദയയുടെ പേരിൽ വരിക. അതേ ദിവസം തന്നെ ദയ ഇവിടെ വെച്ച് നന്ദുവിനെ കണ്ടെന്ന് പറയുന്നു. അതെങ്ങനെ സംഭവിക്കും? ഞാൻ കണ്ടത് നന്ദുവിന്റെ പ്രേതത്തെയാ, അല്ലാതെ മരിച്ചുപോയ അവനെങ്ങനെയാ ഇവിടെ വരുന്ന രഘുവേട്ട? പ്രേതമാണെന്നൊക്കെ എനിക്ക് തോന്നിയതായിരിക്കും ദയ. അല്ലാതെ അതൊക്കെ ഇപ്പൊ ആരാ വിശ്വസിക്കുന്നത്? വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ രഘുവേട്ട? മരിച്ചുപോയ നന്ദുവിനെ തന്നെയാ ദയ കണ്ടതെന്നല്ലേ പറയുന്നത്? അതെ, അതവൻ തന്നെയാ, എനിക്ക് ഒരു സംശയമില്ല. ആ, ഈ തറവാട്ടിൽ അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാറുണ്ടെന്നാ തമ്പായി പറഞ്ഞത്. ചിലർക്ക് ആത്മാക്കളെ കാണാനും കഴിയത്രേ. അപ്പോഴേക്കും അയാളും ഇവിടെ എത്തിയോ? അതെ, അതാ ഞങ്ങൾക്കൊക്കെ അത്ഭുതം. അദ്ദേഹത്തിന് ഇവിടെ നടക്കുന്നൊക്കെ അറിയാൻ പറ്റുമത്രേ. എനിക്കിതില് വേറെയും ചില കൺഫ്യൂഷൻസ് ഉണ്ട് രഘുവേട്ട. പഞ്ചരത്നത്തില് വിനയനുള്ളപ്പോ തന്നെ ഇങ്ങനെയൊരു ലെറ്റർ വരികയും അത് അയാൾ വായിക്കാനിടയാവുകയും ചെയ്യാം. അത് അമ്പിളിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ആ ലെറ്റർ അവനെ കാണിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു മാരണമായിരിക്കും അതിലുള്ളതെന്ന് ഞാൻ അറിഞ്ഞു രഘുവേട്ട. ഇംഗ്ലീഷിലായതുകൊണ്ടാ ഞാനത് വായിക്കാൻ വേണ്ടി കൊടുത്തത്. ഏതായാലും അവൻ ഇതിൽ ഒരു റോളും ഉണ്ടാവാൻ ഇടയില്ല ചീരു. വിനയനിപ്പോ പഴയ ആളൊന്നുമല്ല. അവനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെയൊക്കെ ഔദാര്യം പ്രതീക്ഷിച്ച് നടക്കുക. അയാൾ അങ്ങനെ പല വേഷവും കെട്ടും രഘുവേട്ട. ഒരു കാര്യം ഉറപ്പാ, ആ ലെറ്റർ വന്നതില് വിനയന് റോളൊന്നും ഇല്ലെങ്കിലും അതിലെ മാറ്റർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അയാൾ അതൊരു ആയുധമാക്കി എടുക്കും. അതിലെനിക്കും ചെറിയ പേടിയുണ്ട് രഘുവേട്ട. നമ്മുടെ അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു വിഷയമാ ദയെ നന്ദു രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം. അച്ഛന് മാത്രമല്ല, ഇന്ദ്രേട്ടനും ഇന്ദ്രേട്ടന്റെ വീട്ടുകാർക്കും അതേക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ശബരിക്കെല്ലാം അറിയാമെങ്കിലും അവന്റെ വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയില്ലല്ലോ. ഇതെല്ലാം അച്ഛനോട് തുറന്നു പറയാൻ പലപ്പോഴും വിനയം മുതിർന്നതാണെന്ന് രഘുവേട്ടൻ അറിയാലോ. പുറത്ത് എത്ര മാന്യത അയാൾ നടിച്ചാലും സ്വന്തം കാര്യത്തിന് വേണ്ടി ഉള്ളിലെ ക്രിമിനൽ ആരും അറിയാതെ ഉണർന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് അയാളുടെ നീക്കങ്ങൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം രഘുവേട്ട. അത് ഞാൻ നോക്കിക്കോളാം. നാളെ ദാസങ്ങളായിട്ടൊന്ന് ആലോചിച്ച് ഈ ലെറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാൻ ശ്രമിക്കണം. പക്ഷേ അപ്പോഴും നന്ദുവിന്റെ പ്രേതം ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാ. എന്റെ പേടി അതൊന്നും അല്ല. നന്ദുവിന്റെ ഭാര്യ എന്ന പേരില് ദയക്ക് ഇങ്ങനൊരു ലെറ്റർ വന്ന കാര്യം ശബരി അറിഞ്ഞാൽ എന്താവുന്ന? അല്ലെങ്കിൽ തന്നെ അവനെ അവന്റെ വീട്ടുകാരെയും അങ്ങേയറ്റം വെറുപ്പിച്ചിരിക്കുക ഇവള്. ഇതുകൂടി അറിയുമ്പോ ശബരി പോലും ഇനി ദയോട് ക്ഷമിച്ചെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബരീട്ടൻ ഇതൊന്നും അറിയരുത്. ഒരിക്കലും എല്ലാം അറിഞ്ഞ് എന്നോട് ക്ഷമിച്ചതാ. വീണ്ടും വീണ്ടും അതിന്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ വന്ന ആർക്കായാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ആ, അപ്പോ അതൊക്കെ നിനക്ക് അറിയാല്ലേ? എന്നിട്ടാണോ ശബരി ഇവിടെ വന്ന് നിന്റെ കാല് പിടിച്ചിട്ടും അവന്റെ ഒപ്പം നീ പോവാൻ കൂട്ടാക്കാതിരുന്നേ? എല്ലാം അറിഞ്ഞിട്ട് നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായവനാ അവനെന്ന് നീ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. അങ്ങനെ ഒരാളെ വേദനിപ്പിച്ചേന് ഇത് നിനക്ക് ദൈവം തന്ന ശിക്ഷയാണെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും ശബരിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവില്ലെന്നായിരുന്നല്ലോ നിന്റെ വാശി. ഈ കാര്യം അവന്റെ വീട്ടുകാരറിഞ്ഞ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കുന്നേ. മതി അമ്പിളി, അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്കാം അവള്. അതിന്റെ കൂടെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് തളർത്താൻ നിൽക്കണ്ട. രഘുവേട്ട, ഇനി ഒരിക്കലും നന്ദുവിന്റെ ആത്മാവ് എന്റെ മുൻപിൽ വരരുത്. ആദ്യം അതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം.
അമ്പായി വിചാരിച്ച പ്രേതത്തിന്റെ ശല്യം ഒഴിവാക്കി തരും. എനിക്ക് വേണ്ടി രഘുവേട്ടനൊന്ന് അദ്ദേഹത്തോട് സംസാരിക്കണം. വല്യേച്ചി, ഒന്ന് പറ. ഉത്തരവാദിത്തപ്പെട്ടവർ ചെന്ന് സംസാരിച്ച വേണ്ടത് ചെയ്യാന്ന അദ്ദേഹം പറഞ്ഞത്. അച്ഛൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അത് ചെയ്യണം, പ്ലീസ്. ശരി, നീ പോയി കിടക്ക്. നമുക്ക് ആലോചിച്ച് എന്താന്ന് വെച്ചാ ചെയ്യാം. ചിരുവച്ചി, ചേച്ചി ഇന്ന് എന്റെ കൂടെ കിടക്കണേ, ഇല്ലെങ്കിൽ എനിക്ക് പേടിയാവും. വാ പോയി കിടക്കാം. ദുർമരണമായിരുന്നു അല്ലേ? അതെ, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചതാ. വീണതല്ലോ, വീഴ്ത്തിയതാ. മനഃപൂർവ്വം അവരെ കൊല്ലാൻ വേണ്ടി ചെയ്തതാ. ആയുസ്സെത്താതെയുള്ള മരണം. ജീവനോടെ ജയിച്ചു നിൽക്കെ ആത്മാവായി മാറിയ അത്ര എളുപ്പം ഒഴിഞ്ഞു പോവില്ലല്ലോ. വിപുലമായ പരിഹാരക്രിയയിലൂടെ പ്രതിവിധി ചെയ്യണം. ഇല്ലെങ്കിൽ പ്രതികാരദാഹിയായി സകലതും നശിപ്പിക്കും ആ ആത്മാവ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, അവിടുന്ന് പറഞ്ഞാ മതി.